നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. സംസ്ഥാനത്ത് പല ജില്ലകളിലും കനത്ത മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധ മേഖലകളിൽ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് എന്നിങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഡിസംബർ മാസമാണ്, വിവിധ പരീക്ഷകളൊക്കെ ആരംഭിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുകയും വേണം. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കൃത്യമായിട്ടുള്ള ഒരു യോഗത്തിൽ പെൻഷൻ പദ്ധതിയിൽ അനർഹരെ പുറത്താക്കുന്നത് സംബന്ധിച്ചുള്ള കൃത്യമായുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. എല്ലാ മേഖലകളിലേക്കും പരിശോധനയ്ക്ക് എത്തിച്ചേരുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ വിവിധ വകുപ്പുകളുമായിട്ട് സഹകരിച്ചായിരിക്കും പരിശോധനകൾ നടത്തപ്പെടുക. വീട്ടിൽ വാഹനമുള്ളവരെ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പുമായിട്ട് സഹകരിച്ച്, അതോടൊപ്പം തന്നെ കൃഷിഭൂമി അല്ലെങ്കിൽ നമ്മളുടെ സ്ഥലത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നതിന് രജിസ്ട്രേഷൻ വകുപ്പുമൊക്കെയായിട്ട് സഹകരിച്ചായിരിക്കും വിവിധ പദ്ധതികൾ നടത്തപ്പെടുന്നത്. ഇനി അത് മാത്രമല്ല, മറ്റു പ്രധാന കുറച്ച് നിബന്ധനകൾ കൂടി ഇനി വരുന്നുണ്ട്. അതായത് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അറിയിപ്പുകൾ വരുന്നുണ്ട്. നിലവിൽ ഇതിപ്പോൾ തന്നെ ചെയ്യാനല്ല സർക്കാർ പറയുന്നത്. ഇനി മുതൽ എല്ലാ വർഷവും ഇത്തരം കാര്യങ്ങൾ കൂടി നടപ്പിലാക്കുകയും ചെയ്യും. 2025 മുതൽ പുതിയ പരിഷ്കാരങ്ങളൊക്കെ ആയിരിക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പിലാക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള സമയമാണ്. പ്രവാസികളുടെ മക്കൾക്ക്, അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ പ്രവാസികളായിട്ടുള്ളവർക്കും അതോടൊപ്പം തന്നെ നാട്ടിൽ തിരിച്ചെത്തിയവരുടെയും മക്കൾക്ക് സഹായമുണ്ട്. അത് ബിരുദാനന്തര കോഴ്സുകളിലെല്ലാം പ്രത്യേക സഹായങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരമാണത്. നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റ് വഴി വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ. അപേക്ഷാ തീയതി ഡിസംബർ മാസം 15-ാം തീയതി വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ +1 വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാനുള്ള അവസരമാണ്. സംവരണ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മുൻഗണന നൽകിയാണ് ഇവിടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത്. എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. അടുത്ത മറ്റൊരു ക്യാഷ് അവാർഡാണ്. ജോസഫ് മുണ്ടശ്ശേരി ക്യാഷ് അവാർഡിലേക്കുള്ള അപേക്ഷകളും ആരംഭിച്ചിട്ടുണ്ട്. SLC, +2 തുടങ്ങിയ കോഴ്സുകളിൽ ഫുൾ A+ വാങ്ങിയ വിദ്യാർത്ഥികൾക്ക്, ബിരുദ കോഴ്സുകളിൽ 80% മുകളിൽ മാർക്ക് വാങ്ങി വിജയിച്ചവർക്ക്, ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് 75% അതിന് മുകളിലുമൊക്കെ മാർക്ക് വാങ്ങി വിജയിച്ച ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നുണ്ട്. 10,000 രൂപ മുതൽ 15,000 രൂപ വരെ ലഭിക്കുന്ന ഈ ക്യാഷ് അവാർഡ് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരമാണ്. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കുക. ഈ മാസം 5-ാം തീയതി മുതലാണ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.